ഗൈസ്, അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ പോകുന്നത് എങ്ങോട്ടെന്ന് വെച്ചാൽ എന്റെ ഓഫീസുണ്ട്, ഞാൻ വർക്ക് ചെയ്തിരുന്ന എറണാകുളത്ത്, അവിടേക്ക് പോകണം. അവിടെ നിന്ന് നേരെ തൃശ്ശൂർ കാണാം. തൃശ്ശൂർ പൂരമൊന്നും കാണാനല്ല, കാണാൻ പറ്റിയാൽ കാണും എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇന്ന് അങ്ങോട്ടേക്കാണ്. അപ്പൊ ബാക്കിയുള്ള വിശേഷങ്ങൾ ഞാൻ ആടി ഇത് പുറകെ വരുന്നതായിരിക്കും. വരൂ ഗൈസ്. ഈ കാഴ്ച ഉണ്ടോ, എന്ത് പൂക്കളാ നിക്കുന്നത് ഈ മരത്തില്. നിങ്ങൾ വിചാരിക്കും ഈ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിരിക്കുന്ന നല്ല ലുക്ക് ഉണ്ടെന്ന്. ഇത് ലുക്കിന് വേണ്ടി ഒന്നും വെച്ചേക്കല്ല, പുറത്ത് അതിശക്തമായ വെയിലാണ്. നമ്മൾ ആ വെയിലത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ കണ്ണിന് ഭയങ്കര സ്ട്രെയിൻ ആണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ കൂളിംഗ് ഗ്ലാസ് വെക്കുന്നത്, അല്ലാതെ ഷോ ഇറക്കാനൊന്നും അല്ല ഗൈസ്. നിങ്ങൾ അത് ആദ്യം മനസ്സിലാക്കുക, അറിയാത്തവർ അത് വേഗം മനസ്സിലാക്കുക കേട്ടോ. ഇവിടെ ഇവിടുന്ന് ഏകദേശം ഒരു 150 കിലോമീറ്റർ എങ്കിലും കാണും നമ്മുടെ തൃശ്ശൂർ വരെ പോകാൻ വേണ്ടി. ഏകദേശം 110 കിലോമീറ്ററോളം എനിക്കുണ്ടെന്ന് തോന്നുന്നു എറണാകുളം വരെ, അല്ലേ ഏട്ടായി? അപ്പൊ അവിടെ പോയി എറണാകുളത്ത് നിന്ന് മെയിൻ ആയിട്ട് എന്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങണം. അതിനുശേഷം ഞങ്ങൾ തൃശ്ശൂർക്ക് പോകുന്ന കേട്ടോ. അപ്പൊ ഭാഗ്യമുണ്ടെങ്കിൽ ഞാനൊരു ലൈവ് ഇടും. അപ്പം ഗുരുവായൂരുള്ളവരെയൊക്കെ കാണാൻ പറ്റും. കാണാൻ പറ്റിയാൽ കാണാം ഗൈസ്, നമുക്ക് ഒന്നിച്ച് കാണാം. അപ്പം ഞങ്ങൾ പോകുന്ന റൂട്ട് എന്ന് വെച്ചാല്, നമ്മളിപ്പോ ഏത് റൂട്ടായിട്ടാ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ വീട്ടിൽ നിന്ന് അടുത്ത് പോകുന്ന റൂട്ട് ഏതാ? നമ്മള് വീട്ടിൽ നിന്ന് അത്തിക്കയം കയറിയിട്ട് ഇവിടുന്ന് നേരെ പൊൻകുന്നത്തുനിന്ന് പാലായിന്ന് നേരെ പിറവത്തുനിന്ന് നേരെ മറ്റേ പാലാരിവട്ടം, പാലാരിവട്ടം, തൃപ്പൂണിത്തറ, മറ്റേ തൃപ്പൂണിത്തറ വരെ പോകുന്നില്ല. നമ്മുടെ കടുമഞ്ചിറയല്ല, ഞാൻ താമസിച്ച സ്ഥലം കൂടി ഞാൻ മറന്നുപോയല്ലോ. ഏത് സ്ഥലമായിരുന്നു? വർഷങ്ങൾക്ക് ശേഷം ഞാൻ കരിങ്ങാച്ചിറ എത്തിയിരിക്കുന്നു ഗായ്സ്. കരിങ്ങാച്ചിറ വഴി പോവാണേ. ഇവിടെയാണ് ഞാൻ താമസിച്ച സ്ഥലമൊക്കെ കാണിച്ചുതരാവേ. ഞാൻ ഇവിടെ വന്നിട്ടില്ലേ നേരത്തെ? ഉണ്ട്, എന്നെ കൊണ്ടുവരാനൊക്കെ വന്നിട്ടുണ്ട് എത്രയോ വട്ടം. അപ്പൊ ഞങ്ങള് കരിങ്ങാച്ചിറ വഴി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോഴും ഞാൻ താമസിച്ച ആ വീടുണ്ട്, എന്റെ കൂട്ടുകാരൻ തന്നെ അവിടെ താമസിക്കുന്നുണ്ട്, എന്റെ ചേച്ചി ഉൾപ്പെടെ അവിടെ താമസിക്കുന്നുണ്ട്. ഇരുമ്പനം മകളിയ അമ്പലത്തിന് തൊട്ട് പുറകിലായിട്ടാണ്, ബാബുച്ചേട്ടന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. ഇനി ആരും അവിടെ പോയി കയറൊന്നും ചെയ്യല്ല കേട്ടോ ഗൈസ്. അപ്പം ഇപ്പൊ ഞങ്ങള് ഇരുമ്പന സിഗ്നൽ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇരുമ്പന സിഗ്നല്. ഞങ്ങള് മകളിയ അമ്പലത്തിൽ നിന്ന് നേരെ കരിങ്ങാച്ചിറ വരെയൊക്കെ നടന്നു പോയിട്ടുള്ള സമയങ്ങളുണ്ട് കേട്ടോ. ഇപ്പൊ ഞാൻ 1-2 വർഷത്തിന് ശേഷമാണ് ഇപ്പൊ ഇവിടെ എത്തിയേക്കുന്നത്. ഇപ്പൊ ഏകദേശം 110 മുകളിൽ കിലോമീറ്റർ താണ്ടിയിട്ടുണ്ട് കേട്ടോ ഇവിടെ എത്താൻ വേണ്ടി, കരിങ്ങാച്ചിറ എത്താൻ വേണ്ടി. ഞങ്ങൾ പിറവം വഴിയാണേ വന്നത്. ഇതൊരു ഫുഡൊന്നും കഴിച്ചില്ല, ഇനി ഫുഡൊക്കെ കഴിക്കണം. ഹോട്ടൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഹോട്ടൽ തപ്പി കണ്ടില്ല ഇതുവരെ. ഇവിടെ ഇനി 20 സെക്കൻഡോളം ഇനി ഈ സിഗ്നലിൽ കിടക്കുവാണേ, നമ്മുടെ ഇരുമ്പന. ഇതൊക്കെ ഞങ്ങൾക്ക് മനപ്പാടമാണ്. ഞാനിവിടെ കുറേ വർഷം ഉണ്ടായിരുന്നു, 2-3 വർഷത്തോളം ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ പച്ച സിഗ്നൽ കത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഇനി പോവാണ് നേരെ. ഇനിയിപ്പൊ ഞാൻ പോകുന്ന എന്റെ സ്ഥലമൊക്കെ കാണുമ്പോൾ ഒന്ന് സ്ലോ ചെയ്യണം കേട്ടോട്ടായി. ഇവിടൊക്കെ ഞങ്ങൾ ഇതുവഴിയൊക്കെ കുറേ നടന്നിട്ടുണ്ട്. ഞങ്ങളുടെ കൂട്ടുകാരെല്ലാം കൂടി ഇവിടുന്ന് എന്റെ ചേച്ചിയുടെ കുഞ്ഞിന് ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്, ബേബി ഹഗ്. പിന്നെ ഇവിടെ ഒരു ക്ലിനിക്ക് ഉണ്ടായിരുന്നു, അവിടെയാണ് എന്റെ പല്ലില് കമ്പി ഇട്ടത്. ഞങ്ങൾ സ്ഥിരം വരുന്ന ഹോട്ടൽ മാക്സ് വൺ മൾട്ടി കിച്ചൺ ഹോട്ടല് ഇവിടൊക്കെ സ്ഥിരമാണ്. കിട്ടിക്കാച്ചി. പിന്നെ ഞങ്ങള് പൈസയൊക്കെ എടുക്കുന്ന ഒരു ATM ഞങ്ങളുടെ ഇവിടെ ഉള്ളത്, ഞങ്ങളുടെ SBI ATM. പിന്നെ ഇപ്പൊ എത്തും കേട്ടോ, ഇപ്പൊ എത്തും ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന വഴി. അത് ഇപ്പൊ എത്തും കേട്ടോ. ചെമ്പകം ഇവിടെ തന്നെയാണ്. ഇവിടുന്ന് റൈറ്റ് ആണ് ഞങ്ങൾ കയറേണ്ടത്. ഈ MRF ട്രാൻസ്ഫോമറിന്റെ അതുവഴി റൈറ്റ് ആണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടിലോട്ട് കയറി പോകേണ്ടത് കേട്ടോ. ഇവിടൊക്കെ ഞങ്ങൾ എന്നും വൈകിട്ട് രാവിലെ എല്ലാം നടന്നു പോകുന്ന സ്ഥലമായിരുന്നു. ഞങ്ങളുടെ ഓഫീസ് ഞാൻ കാണിക്കാം. ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഓഫീസുണ്ട്. അവിടെ നിന്ന് ഞാൻ മാറിയിട്ട് പാലാരിവട്ടത്ത് പിന്നെ വർക്ക് ചെയ്തു. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്ത് ജോലിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാനൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആയിരുന്നു ഗൈസ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു. ഇപ്പൊ ഒരു 2-3 മാസമായിട്ട് ഞാൻ ജോബ് റിസൈൻ ചെയ്തിട്ട് വേറെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതുവഴിയൊക്കെ നടന്നാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. ഞങ്ങൾ സാധനം വാങ്ങിക്കുന്ന കടയൊക്കെയാണത്. പിന്നെ ഇപ്പൊ പുതിയ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അതുപോലൊക്കെ തന്നെ ഇത് എന്തുവാന്ന് പറയാ, ഫോറൻ ഗ്രൂപ്പ് എന്നൊക്കെ പുതിയ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ, അത്രേ ഉള്ളൂ. പിന്നെ അതുകൊണ്ട് ഞങ്ങളുള്ളപ്പോഴാണ് ഇവിടെ തുടങ്ങിയത് ആ ഫിറ്റ്നസ് അക്കാഡമി AH. അവിടെ ചേരണമെന്നൊക്കെ വലിയ ആഗ്രഹമായിരുന്നു, പക്ഷെ ചേരണമെന്ന് മനസ്സിൽ വിചാരിച്ചിരുന്നതേ ഉള്ളൂ. പിന്നെ ഇവിടെ ഒരു ഗവൺമെന്റ് ആയുർവേദിക് ഹോസ്പിറ്റലുണ്ട്. ഇവിടെ ആയിരുന്നു ഞങ്ങളുടെ പഴയ കമ്പനി, ഞങ്ങളുടെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കമ്പനി. ഇതാണ്
മുകളിലത്തെ നിലയായിരുന്നു കേട്ടോ. ഞാനൊരു 3 വർഷത്തോളം എവിടെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പാലാരിവട്ടത്തോട്ട് ട്രാൻസ്ഫർ ആയി. പിന്നെ ബസ്സിനായിരുന്നു എന്നും പോക്ക്. ഇവിടെ ആയിരുന്നപ്പം ഞങ്ങൾ ഇവിടെ 2 വീടോളം ഞങ്ങൾ മാറിയായിരുന്നു. ഇവിടെ ഈ പാലത്തിന്റെ അടിയിൽ ഒരു വീട്ടിൽ താമസിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അങ്ങോട്ടേക്ക് മാറിയത്. ഇവിടെ 1 വർഷം താമസിച്ചു. പിന്നെ ആ വീട്ടിലാണ് ഞങ്ങൾ തന്നെ ഫുഡൊക്കെ വെച്ച് കഴിക്കുന്ന ഞങ്ങളുടെ വീടായിരുന്നു കേട്ടോ. ഇപ്പോഴും ആ വീടുണ്ട്. അവിടെ തന്നെ ഞങ്ങളുടെ പഴയ ഫ്രണ്ട്സ് ഇപ്പോഴും താമസിക്കുന്നുണ്ട്. അത് ഇതുവരെയും വേറെ ആർക്കും വിട്ടു പോയിട്ടില്ല. എൻ്റെ ചേച്ചി ഉൾപ്പെടെ അവിടെ താമസിക്കുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. പിന്നെ ഞാൻ പാലാരിവട്ടത്തേക്ക് പോയപ്പം ബസ് കയറിയായിരുന്നു. ഇവിടെ നിന്നായിരുന്നു വെക്കൊണ്ടിരുന്നത്. കാരണം ഞങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന ഫുഡാണ് കഴിക്കേണ്ടത്. അതുകൊണ്ടുള്ള ഒരു ഇഷ്ടത്തിന് മാത്രം. ഹോസ്റ്റലിൽ പോയാൽ നല്ല ഫുഡൊന്നും കിട്ടത്തില്ലല്ലോ. അതുകൊണ്ട് മാത്രം ഞാൻ ഹർഷ ഉണ്ടായിരുന്നു. ഹർഷ കുറച്ച് മാസങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവളും പോയി. പിന്നെ ഞാൻ തന്നെയായി ബസ്സിൽ പോക്ക്. ഇവിടെ നിന്ന് ചെന്ന് കാക്കനാട് ഇറങ്ങും. കാക്കനാട് നിന്ന് പാലാരിവട്ടം ബസ്സിൽ കയറും. അങ്ങനെയായിരുന്നു ഞാൻ എൻ്റെ ഓഫീസിൽ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ വർക്ക് ഫ്രം ഹോം ആക്കി. പിന്നെ വീട്ടിലിരുന്നായിരുന്നു മൊത്തം ജോലി. ഇതായിരുന്നു ഗൈസ് എൻ്റെ കഥ. അപ്പം ഇവിടെ എനിക്ക് മനപ്പാടമാണ്. ഓരോ BPCLന്റെ ഓരോ വശങ്ങളും എനിക്ക് മനപ്പാടമാണ്. കാരണം ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ അപ്പുറത്തും എന്തോ ഒരു BPCLന്റെ എന്തോ ഒരു സംഭവമൊക്കെ ഉണ്ട്. ബാക്കിൽ പൊട്ടിത്തെറിച്ചാൽ മൊത്തം ഞങ്ങൾ ചാമ്പലാകും എന്ന് പറയുന്നത് പോലെ. ഇപ്പം ഞാൻ കാണിച്ചു തരാം. BPCLന്റെ ഒരു അമ്പലമാണ്. ഞങ്ങൾ പോകുമ്പോൾ എല്ലാം കാണുന്ന അമ്പലം. ഇപ്പൊ എനിക്ക് ഇതിൽ എന്താ മാറ്റം വന്നതെന്ന് പറയട്ടെ. രാവിലെ പോകുമ്പോൾ നല്ല ബ്ലോക്കാണ്. ഇപ്പൊ നല്ല ബ്ലോക്ക് ഇല്ല. ഇപ്പൊ ഫ്രീ ആയിട്ട് കിടക്കുന്നു. അതേ ഒരു ചെറിയ വ്യത്യാസം. പെട്രോൾ അടിക്കാന്ന് ഏട്ടായി പറയുന്നുണ്ട്. അവിടെ ഒരു പമ്പുണ്ട് റൈറ്റ് സൈഡിൽ. അതെ, ഇവിടെ ഒരെണ്ണമുണ്ട്. നമ്മളവിടെ നിന്നെക്കാട്ടി കുറച്ച് ബെറ്റർ ആയിട്ടുള്ള പെട്രോൾ ആയിരിക്കും ഇവിടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ ഉള്ള 1 വർഷത്തിന് മുന്നേ ഈ പില്ലറൊന്നും ഇവിടെ എത്തിയിട്ടില്ലായിരുന്നു കേട്ടോ. ഇപ്പം ഏകദേശം ഈ പില്ലറൊക്കെ പണിത് ഇവിടെ എത്തി. നമ്മുടെ മെട്രോ പില്ലറ് പണിത് ഇവിടെ വരെ എത്തി. ചിറ്റേത്തുകരയാണ് കേട്ടോ. ചിറ്റേത്തുകര വരെ എത്തി നമ്മുടെ ഈ ഒരു പണി കാര്യങ്ങളും ഒക്കെ. കൂടുതൽ പണിക്കാര് ബംഗാളികൾ എന്നൊക്കെ നമ്മൾ പറയത്തില്ല, അവർ കൂടുതൽ ഇവിടെ കണ്ടിട്ടുണ്ട്. പിന്നെ ആയിട്ടുണ്ട് കേട്ടോ പില്ലറ്. ഇനി ഒന്ന് ചെറുതായിട്ട് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ നേരത്തെ പില്ലറൊന്നും ആയിട്ടില്ലായിരുന്നു ഞാനുള്ള സമയത്ത്. നടുക്ക് കുഴിച്ചിട്ടേക്ക് റോഡ് പണിയൊക്കെ കംപ്ലീറ്റ് ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇത് ഈ ഒരു ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഡെവലപ്മെന്റ്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷമല്ലേ. ഞാൻ ഈ എറണാകുളത്ത് പോവാണ്. ഞാൻ താമസിച്ച സ്ഥലമാണ്. ഇതൊക്കെ ഞാൻ എന്തിനാണ് ഈ പറയുന്നത് നിങ്ങൾ വിചാരിക്കും. ഞാൻ വെറുതെ അങ്ങ് പറയുന്നതാണ് കേസ്. നിങ്ങളല്ലേ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് വേറെ ആരും പറയാനില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞു പോകുന്നു. പിന്നെ കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. ഇവിടെ ഏട്ടായി വണ്ടി ഓടിക്കുന്നുണ്ടല്ലോ. ഈ ഗെയിമിലൊക്കെ വണ്ടി ഓടിക്കുന്ന പോലെ അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് വരുന്നു, ഇങ്ങോട്ട് കയറുന്നു. കാരണം ഒരു ട്രാക്കല്ല ഇത്. അതുകൊണ്ട് ഇതുവഴി വേണേലും ഇടിച്ചു കുത്തി കയറിപ്പോ. അതുകൊണ്ട് അതൊന്നും ആയിരിക്കും, എനിക്കറിയത്തില്ല. എന്റെ ദൈവമേ, ഞാൻ ഇങ്ങനെ ഇരിക്കുവാണ്. ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ. ഒരു സൈഡിൽ കൂടെ മാത്രമേ അങ്ങോട്ടുള്ള വണ്ടികൾ പോകത്തുള്ളൂ, മറ്റു സൈഡിൽ കൂടെ അങ്ങോട്ടുള്ള വണ്ടികളും. അങ്ങനെയാണെങ്കിലും നല്ല ബ്ലോക്കാണ് കേട്ടോ. ഈ എറണാകുളം റൂട്ടാണ് കേട്ടോ. ഈ കാഴ്ചകളൊക്കെ നമ്മൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ സംസാരവും കണ്ണാപ്പി ഇങ്ങനെ നടക്കാറുണ്ട് കേട്ടോ. ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞത്. ഞാനൊരു ഗെയിമിൽ ഇരിക്കുന്ന പോലാണ്. ഇടയ്ക്ക് ഇങ്ങോട്ട് കയറും, ഇടയ്ക്ക് അങ്ങോട്ട് കയറും. സിഗ്നൽ ഇട്ടൊക്കെ തന്നെയാണ്, ട്രാഫിക് റൂൾ പാലിച്ച് തന്നെയാണ് കയറി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടൊന്നും ഒരു പ്രശ്നമൊന്നും ഇല്ല. എന്നിരുന്നാലും ഞാൻ പറഞ്ഞതാണ് കേട്ടോ. ഒരു കാര്യം കൂടി ഉണ്ട്. കാരണം ഞങ്ങളുടെ അവിടെ ഒന്നും ഇത്രയും ട്രാഫിക്കും വണ്ടികളും ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഞാൻ ഇത് കാണുമ്പോൾ കുറച്ച് അത്ഭുതത്തോടെയാണ് ഇരിക്കുന്നത്. സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ചിലപ്പോൾ ഇതൊരു അത്ഭുതകരമൊന്നും ആയിരിക്കത്തില്ല. എൻ്റെ അവിടെ കൂടി ഇത്രയും വലിയ വണ്ടികളോ ഒന്നും പോകുന്നില്ല. നമുക്ക് ഫ്രണ്ടിലോട്ട് നോക്ക്, വലിയ വണ്ടികളൊക്കെയാണ് പോകുന്നത്. നമ്മുടെ അവിടെ കൂടുതലും മറ്റേ ടിപ്പർ, മറ്റേ വണ്ടി എന്തുകൊണ്ട് പോകുന്ന ഏട്ടാ, മറ്റേ കല്ലുകൊണ്ട് അതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ഇത് നമ്മൾ വല്ലപ്പോഴും കാണുന്നതല്ലേ. ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിച്ചു. ഇനി നേരെ ഏട്ടായിയുടെ ഓഫീസിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇന്നത്തെ കാഴ്ചകളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ റോഡിൽ കൂടെ ഞാൻ ഗെയിം കളിച്ചാണ് ഗൈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി അടുത്ത ദിവസം അടുത്ത കാഴ്ചകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പൊ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ. അപ്പൊ കുറച്ച് കാഴ്ചകളൂടെ കാണിച്ചു തരാവേ.